ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം കൃപയാൽ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് യശോദ. ഒരു ഷോർട്ടായിട്ടൊരു മെസ്സേജ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സന്നിഹിതരായിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന സകല ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന വിഷയം 103 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ തേജസ്സേറിയ സാന്നിധ്യം ഈ പകൽക്കാലം അനുഭവിപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ വാഗ്ദത്ത വചനത്തെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അടിമയെ തരുന്നു, കേൾവിക്കാരെ തരുന്നു. സർവശക്തിയുള്ള ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് സംസാരിച്ചാലും താഴ്ത്തി പ്രിയൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രിയപിതാവേ, ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നോട് തന്നെ പറയുന്ന ഒരു വാക്യമാണ് നാം ശ്രദ്ധിച്ചത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ദൈവം ചെയ്തു, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തു. ദാവീദ് ചെന്ന സ്ഥാനത്തൊക്കെയും ദാവീദിന് ദൈവം ജയത്തെ നൽകി. അതുകൊണ്ട് ദാവീദ് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രത്തോടെ പറയുന്നതാണ്, അല്ലയോ എൻ്റെ മനസ്സേ നീ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 2025 വർഷത്തിൻ്റെ ഡിസംബർ മാസം 2-ാം ശനിയാഴ്ചയാണ്. ഈ ഉച്ച കഴിഞ്ഞ സമയം നാം അല്പസമയം ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. കാരണം നാം കണ്ടവർ, നമ്മെ കണ്ടവർ, നാം അറിയുന്നവർ, നമ്മെ അറിയുന്നവർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുക. എന്നാൽ ആ സ്ഥാനത്ത് സർവശക്തനായ ദൈവം അത്യത്ഭുതകരമായി നമ്മെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ, അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഈ 12 മാസക്കാലം സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിച്ചു, നമ്മെ പരിപാലിച്ചു, നമ്മെ വഴി നടത്തി. നാം കടന്നുപോയ പാതകളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നു. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ക്ഷീണങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്ന സ്ഥാനത്ത് സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് മനുഷ്യനെ നോക്കുമ്പോൾ, മനുഷ്യ ജീവിതത്തിൽ ഒരാളൊരു ഉപകാരം ചെയ്താൽ ആ കൊടുക്കുന്ന സമയം മാത്രം ഒരു സ്നേഹചുംബനവും ചിരിയും ആദരവും ഒക്കെ കാണിക്കും. പിന്നത്തേതിൽ ആ വ്യക്തിയെ കാണുമ്പോൾ പുറംതിരിഞ്ഞു പോകുന്ന അനുഭവങ്ങളായിരിക്കും. മനുഷ്യരെന്ത് ചെയ്തു, ഏത് ചെയ്തു എന്ന് വ്യക്തമായിട്ട് ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകാതെ ദൈവത്തെ സ്തുതിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവം പിന്നെയും എന്ത് ചെയ്യും? നന്മയെ പകർന്നു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഏത് ഉപകാരങ്ങളാണ് ഓർക്കേണ്ടത്? സകല മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് യേശു ക്രിസ്തു ഏറ്റ ഓരോ അടി ഓർക്കണം. സ്തോത്രം. കർത്താവ് എത്രമാത്രമാണ് ത്യാഗം സഹിച്ചത്. കർത്താവിൻ്റെ ശരീരം 129 സങ്കീർത്തനം വായിക്കുമ്പോൾ, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകൾ നീളത്തിൽ കീറിയെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവേറ്റ അടിയെ നമ്മൾ ഓർക്കണം. അതിലൊരു അടി നമ്മുടെ ശരീരത്തിൽ കൊണ്ടാൽ നമ്മൾ എന്താ ചെയ്യും? നമ്മളാകെ വിഷമിക്കും, പുളയും. സ്തോത്രം. അടിച്ചവരെ തകർക്കാൻ നമ്മൾ പിന്തിരിയുന്ന ഒരു അനുഭവത്തിലേക്കായിത്തീരും. പക്ഷെ കർത്താവ് അതല്ല ചെയ്തത്. സകല ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു ഏറ്റ അടി നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് ദൈവസ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആ ദൈവസ്നേഹത്തെ ഓർക്കുവാനും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ആ സ്നേഹം ഓർക്കുമ്പോൾ, ആ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള ഒരു അവസരം ദൈവം നൽകും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കാൽവരിയിലെ മരണത്തെ ഓർക്കണം. ആ ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം,
ക്രൂശിതനായ ക്രിസ്തു പിടഞ്ഞു മരിച്ച പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തല ചായ്ച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത ആ ക്രൂശീകരണത്തെ ഓർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിയുക. ഞാൻ പരസ്പരം സഹിക്കുന്നുണ്ടോ? ക്ഷമിക്കുന്നുണ്ടോ? ഞാൻ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ? എന്നിൽ ദീർഘക്ഷമ എന്ന കൃപാവരമുണ്ടോ? ആത്മാവിൻ്റെ ഫലമെന്ന 4ാമത്തെ കൃപാവരമാകുന്ന ദീർഘക്ഷമയുടെ ആത്മാവിനാൽ നാം നിറയപ്പെടുന്നുവെങ്കിൽ സ്തോത്രം. ഹാലലൂയ. നമുക്ക് നിൽക്കാൻ കഴിയും, സകലത് ക്ഷമിക്കാൻ കഴിയും, ചിലരോട് ചിലത് പൊറുക്കാൻ കഴിയും. ചില അവ്യക്ത വാക്കുകൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ അതിനോട് സഹതപിപ്പാനൊരു അവസരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. വചനം പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്നേഹം ഉതിർന്നു പോകാത്ത സ്നേഹത്തിലേക്ക് നമ്മെ നടത്തുവാൻ നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നാം ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റു, എന്നാൽ നമ്മൾ എഴുന്നേൽക്കുന്ന ഉടനെ ദൈവത്തിന് സ്തോത്രം പറയണം. നാം മറ്റാരോട് സംസാരിക്കുന്നതിന് മുൻപ്, മറ്റൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേ യേശു കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിനോട് മിണ്ടുകയും ചെയ്താൽ എത്രയോ സന്തോഷമായിരിക്കും. കാരണം ദൈവത്തോട് മിണ്ടുന്നത്, ദൈവത്തോട് പറയുന്നത്, ദൈവം ഹാലലുയ നമ്മെ എപ്പോഴും നോക്കുന്നു. കാരണം ഭൂമിയുടെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലുയ. മറ്റൊരു ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൃപയിലേക്കാണ് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കെ തൻ്റെ ഭക്തന്മാരുടെ നിലവിളി ശ്രദ്ധിക്കേണ്ടതിന് യഹോവയായ ദൈവത്തിൻ്റെ ദൃഷ്ടി ഭൂമിയിലെല്ലാവരും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആര് സ്തുതിക്കുന്നു, ആര് മഹത്വപ്പെടുത്തുന്നു, ആര് ദൈവത്തെ തിരസ്കരിക്കുന്നു എന്ന് ദൈവം നോക്കുന്നു. എബ്രായർ 4:13 പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ കണ്ണിന് സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഹല്ലേലൂയ. സദൃശവാക്യം 15:3 പറയുന്നു, സ്തോത്രം. ദൈവത്തിൻ്റെ കണ്ണ് എല്ലായിടവും ഉണ്ട്, അവൻ നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരികയും ദൈവത്തെ ഓർക്കുകയും ചെയ്യണം. അപ്പം ആ കാൽവരി മരണം ഓർക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് അറിയാതെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അവർ അറിയാതെ തന്നെ സ്തുതിയും സ്തോത്രവും ദൈവത്തിൽ അർപ്പിക്കും. 3-ാമതായി നോക്കുമ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ യെരൂശലേം ദേവാലയത്തെ നോക്കി പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ ഇതിന് 3 ദിവസം കൊണ്ട് പണിയും. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴും പറഞ്ഞത്, ജനം ആർത്തട്ടഹസിച്ച് പറയും, 3 ദിവസം കൊണ്ട് ഈ മന്ദിരത്തെ പൊളിച്ച് പണിയുമെന്ന് പറഞ്ഞവനെ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു. ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, നീ നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. ആ സ്ഥാനത്ത് സർവശക്തനായ ദൈവം, ഹാലലുയ സ്തോത്രം, അടുത്ത കള്ളൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത് നിങ്ങൾ കേൾക്കണം. ഹാലലുയ. കാരണം ഇവൻ ഇത് പറയുമ്പോഴേക്കും മറ്റേ കള്ളൻ പറഞ്ഞത്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടാത്തത്. ഇവൻ അന്യായമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഈ യേശു പാപം ചെയ്തിട്ടില്ല. കാരണം യേശു പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, നിഷ്കളങ്കനാണ്. ഹാലസ്തോത്രം. പാവമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപത്തിന് അടിമപ്പെടാത്തവൻ, ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു. ഹാലലുയ. ആ യേശു ക്രിസ്തുവിനെ ഹാലലുയ ഉൾക്കൊള്ളുന്ന, ആ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന, ആ യേശു ക്രിസ്തുവിനെ ഓർക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം ഓർക്കും. ഹല്ലേലൂയ. കാരണം സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ആര് മാനിക്കുന്നുണ്ടോ, ദൈവത്തെ ആരോർക്കുന്നുണ്ടോ, ദൈവത്തെ ആര് സ്തുതിക്കുന്നുണ്ടോ, അവരിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അപ്പം ആ ഉയർത്തെഴുന്നേൽപ്പ് ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം, ഈ ലോകത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പോലും ഭയന്ന് വിറങ്ങലിച്ചിരിക്കുമ്പോൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച്
പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ പുറത്തു വന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ ഓർക്കുമ്പോൾ ആലിലെ നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. ഈ ദൈവത്തിന്റെ മാഹാത്മ്യത്തിനായി, ഈ ദൈവത്തിന്റെ കൃപയ്ക്കായി നാം ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കുക. നാം ദൈവത്തെ ഓർക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിനോട് എന്ത് ചോദിച്ചിരുന്നാലും, ദൈവത്തിന്റെ വചനം പറയുന്ന എഫെസ്യ ലേഖനം 3:20 വാക്യത്തിൽ, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപയിലേക്ക് ഈ പകൽക്കാലം സ്തോത്രം നമ്മളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.